എല്ലാവർക്കും സുഖമാണോ? കുറേ നാളായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ തറവാട് വീടായ ഹാമിൽട്ടണിലേക്ക് പോവുകയാണ്. അതായത് ഞങ്ങൾ ആദ്യം ന്യൂസിലാൻഡിൽ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ആദ്യം താമസിച്ചത് ഹാമിൽട്ടണിലായിരുന്നു. പിന്നെ ജോലിയൊക്കെ കിട്ടി ഞങ്ങൾ അവിടെ നിന്ന് മൂവ് ചെയ്തതാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഹാമിൽട്ടണിലോട്ട് പോകുന്നതാണ് ഇന്നത്തെ വിശേഷം. ചിക്കനെയാ? ചിക്കന് കാണാനല്ല, ഫാം കാണാൻ. ആരൊക്കെ പോണേ കുഞ്ഞു? നമ്മള് കുഞ്ഞുണ്ട്, പിന്നെ അപ്പുണ്ട്, പിന്നെ മേമുണ്ട്, പിന്നെ പേപ്പുണ്ട്. ആരില്ലാത്ത? അമ്മ എവിടെ പോയി? ഡ്യൂട്ടിക്ക് പോയി. അങ്ങനെ ഹാമിൽട്ടണിൽ ചെന്ന് കുറച്ച് നേരം ബോറൊക്കെ അടിച്ചിരുന്നപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കഴിച്ചു. അവിടെ നിന്നൊരു 50 മിനിറ്റ് മാറി ഒട്ടറങ്ക എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കിവി ഹൗസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ കിവീനെ ആദ്യമായിട്ട് കണ്ടു. ഈ കാണുന്നതാണ് ഗൈസ് കിവി പക്ഷി. ഇത് ന്യൂസിലാൻഡിൻ്റെ ദേശീയ പക്ഷിയാണ്. പക്ഷി ന്യൂസിലാൻഡിൽ വന്നിട്ട് ഇതുവരെ ഞാൻ ഈ സംഭവത്തിനെ കണ്ടിട്ടില്ല. ഇതിനെ അങ്ങനെ അധികം ആർക്കും കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഏതാണെങ്കിലും ഈ മ്യൂസിയത്തിൽ വന്നപ്പോൾ എവിടെ നോക്കിയാലും കിവി പക്ഷികളെയായിരുന്നു അവർ റീക്രിയേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ശരിക്കുള്ള തൂവലൊക്കെ വെച്ചിട്ട് കിവികളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല കൗതുകത്തോടെ അതൊക്കെ കണ്ടു നിന്നു. പിന്നെ കുറേ മുട്ടകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒറിജിനൽ. ഇത് റിയ എന്ന് പറഞ്ഞ കിളിയുടെ മുട്ട, ഇത് എമുവിൻ്റെ മുട്ട, ഈ കാണുന്നതാണ് കിവിയുടെ മുട്ട. കോഴിമുട്ടനേക്കാളും 5-6 മടങ്ങ് വലിയതാണ്. ഈ വലിയ കാണുന്നതാണ് ഒട്ടക പക്ഷിയുടെ മുട്ട. പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആ മ്യൂസിയത്തിൽ കയറി ഞങ്ങൾ കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു ഗൈസ്, അവിടേക്ക് കയറിപ്പോയി. അവിടെ ചെന്നപ്പോഴല്ലേ മെയിൻ സംഭവങ്ങൾ കണ്ടത്. പാമ്പൊക്കെ ആയിരിക്കും. പാമ്പായിരിക്കും. ഈ ഓന്തിനെ കാണാനാണ് ഇത്രയും കാശ് മുടക്കി നമ്മളിവിടെ വന്നത് ഗൈസ്. ഓന്തിനെ കാണാം ഗൈസ്. ശ്വാസം വലിക്കുന്നുണ്ട. അരണയാണല്ലേ? അരണ. ഇതിലെവിടെയോ ഓന്ത് കണ്ടുടി ചത്തു തോന്നണേ. കുഞ്ഞു കണ്ടുപിടിച്ച? പക്ഷെ എവിടെ പോയ? ചത്തുപോയാവോ? കണ്ടുപിടിച്ച് ഗൈസ്, ചീവിടിനെ കണ്ടുപിടിച്ചേ. അതെ ആ ഇലയുമുണ്ട്. നാട്ടിലെവിടെ നോക്കിയാലും കണ്ടോണ്ടിരുന്ന അരണേനെ ഓന്തിനെയും ചീവിടിനൊക്കെ ഇത്രയും കൗതുകത്തോടെ നോക്കിയത് ആദ്യമായിട്ടാണ് ഗൈസ്. നിങ്ങൾക്ക് പക്ഷെ കാണാൻ പറ്റില്ല ഗൈസ്. ഞാൻ കാണിച്ചത് ഇതെങ്ങനെ കാണാം? ഈ കണ്ടോ? ബ്ലാക്ക് കളർ ആണ്. ഇറങ്ങി വാ. നീ കണ്ടാ? ഒരെണ്ണത്തിന് കണ്ടു. ചില മൂങ്ങേനെ അരണേനെയും ഓന്തിനെയൊക്കെ കണ്ട് നമ്മളിനി കാണാൻ പോകുന്ന അവിടെ മെയിൻ ആയിട്ടുള്ള കിവീനെയാണ് ഗൈസ്. ഞങ്ങൾക്ക് പോകുന്നതിന് മുന്നേ കുറേ ഇൻസ്ട്രക്ഷൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളവിടെ പോകുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് ഒരു നൈറ്റ് സോണിലേക്കാണ്. കിവികൾ ശരിക്കും പകൽ ജീവികളല്ല, രാത്രി ജീവികളാണ്. രാത്രിയിലാണ് അവർ ആക്റ്റീവ് ആകുന്നത്, പകൽ അവർ കിടന്ന് ഉറങ്ങും. അപ്പോൾ അവിടെ ശരിക്കും അവർ ആ റൂമിൽ ഒരു രാത്രി പോലെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒട്ടും വെട്ടമില്ലാതെ നല്ല ഇരുട്ടിൽ. പക്ഷെ ശരിക്കും ഒരു കാട് പോലെ അവരിങ്ങനെ എന്താ പറയുക, ഭക്ഷണമൊക്കെ കൊത്തി തിന്ന് നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ശബ്ദമൊന്നും ഉണ്ടാക്കാതെ അവർ പറഞ്ഞു തന്നിട്ട് ലൈറ്റും ടോർച്ചൊന്നും ഓൺ ചെയ്യാതെ ഫോണൊന്നും ഉപയോഗിക്കാതെ പോയതുകൊണ്ട് നമുക്ക് അവരെയൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഗൈസ് കിവി പക്ഷികൾ. കിവിനെ കണ്ടിട്ട് പിന്നെ ഞങ്ങൾ പോയത് അവിടുത്തെ ബേർഡ് പാർക്കിലേക്കാണ്. ബേർഡ് പാർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറേ വെറൈറ്റി ഓഫ് പക്ഷികളെയൊക്കെ കാണാൻ പറ്റുന്നു. പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഗൈസ്, നമ്മളുടെ പൈസ പോയി. ഞങ്ങളവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടത് കുറേ എന്താ പറയുക, പൊന്മാൻ, താറാവ്, അങ്ങനെ കുറേ സംഭവങ്ങളെയാണ്. നമ്മളിവർ നോക്കുന്നതൊക്കെ കണ്ടാൽ വിചാരിക്കും ഓ ഭയങ്കര കാര്യമായിട്ട് നോക്കണേന്ന്. പ്രത്യേകിച്ചൊന്നും കാണാനുണ്ടായിരുന്നില്ല. അരുൺ ചേട്ടൻ കണ്ടുപിടിച്ച് ഗൈസ്.
കിങ് ഫിഷർ ഇങ്ങോട്ട് വന്നേ എവിടെയാ തത്ത കാലുണ്ടോ അതിപ്പോ മറന്നു അത് ആ സാധനത്തിനെ കണ്ട ആ നടക്കുന്ന സാധനത്തിനെ ഇങ്ങനെ നടക്കണ കുഞ്ഞു നടക്കണ കാണിച്ചെന്നേ ആല്ലേ ഇതെന്താ ഇങ്ങനെ ഇരിക്കണേ ഏതാ ഭീകരാ ഗൈസ് ഈലുണ്ട് ഗൈസ്. അപ്പോൾ ഏതാണെങ്കിലും ആ വലിയ കുളത്തിൽ കുറേ ഈലിനെ ഗോൾഡ് ഫിഷ് പിന്നെ വേറെ കുറേ ചെറിയ ചെറിയ മീനുകളെയൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ നോക്കിയപ്പോഴത്തേക്കും ഫോണിൻ്റെ ചാർജ് തീരാറായി ഗൈസ്. അതുകൊണ്ട് വേറെ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ വേറെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. കുറേ താറാവുകളെ കണ്ടു, വേറെ കുറേ കിളികളെ കണ്ടു, പിന്നെ നമ്മുടെ നാട്ടിലെ തത്ത, പരുന്ത്, അങ്ങനെ കുറച്ച് കിളികളെ കൂടിയൊക്കെ കണ്ടു. അപ്പോൾ ഏതാണെങ്കിലും പോകാൻ പറ്റുന്നവരൊക്കെ ഇവിടെ പോകണം. ഒട്ടറങ്കയിലുള്ള കിവി ഹൗസിൽ പോകണം. അവിടെ നമുക്ക് പോകുമ്പോൾ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് കിവികളെ കാണാൻ പറ്റുന്നതാണ്. നമ്മളിതുവരെ കണ്ടിട്ടില്ല, നമുക്കങ്ങനെ സാധാരണ കാണാൻ പറ്റുന്നൊരു കിളിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കിവീനെ കാണാൻ പറ്റിയതായിരുന്നു വലിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഏതാണെങ്കിലും ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ അവിടെയൊക്കെ എൻജോയ് ചെയ്ത് നടന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് ഹാമിൽട്ടണിലേക്ക് പോകുന്നു ഗൈസ്. ഉണ്ടാക്കാൻ പോണേ എന്നിട്ടുണ്ടാക്കാൻ പോണേ ചെമ്മീൻ ബിരിയാണി. അപ്പോൾ ഞങ്ങൾ എന്നൊക്കെ ഹാമിൽട്ടണിൽ പോയാലും ചിന്നി ചേച്ചി ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഉണ്ടാക്കി തന്നത് ചെമ്മീൻ ബിരിയാണി ആയിരുന്നു ഗൈസ്. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഞാനൊക്കെ ആദ്യമായിട്ടാണ് ചെമ്മീൻ ബിരിയാണി കഴിച്ചേട്ടോ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, നല്ല അടിപൊളി കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. How the biryani looks like? Wow! Adoro. Super. Super no?
അടിപൊളി. യെസ്, കഴിച്ചിട്ട് പറ യമ്മിയാണോ. ഇതാണ് പറ. അരുൺ ചേട്ടൻ പറ. അരുൺ ചേട്ടാ സൂപ്പറാണോ? അങ്ങനെ ചെമ്മീൻ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും അവശതിയായി. ഇനി കിടന്നുറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.